നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൽ ഫ്രാൻസിൻ്റെ ആദ്യ മത്സരത്തിനായിട്ട് ആരാധകർ കാത്തിരിക്കുകയാണ്. 17-ാം തീയതി പുലർച്ചെ 12:30 സെനഗലുമായിട്ട് അവരുടെ കളി. ബുധനാഴ്ച പുലർച്ചെ 12:30, അതായത് ചൊവ്വാഴ്ച രാത്രി കളി. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. അപ്പോൾ ആ കളിയിൽ ഗോളടിച്ചാൽ എംബാപ്പെ പുതിയൊരു സെലിബ്രേഷൻ കാണിക്കും. അതായത് ഫ്ലൂട്ട് വായിക്കുന്ന രൂപത്തിലുള്ളൊരു സെലിബ്രേഷനാണ് താൻ കാണിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് കാരണമുണ്ട്. സാധാരണ എംബാപ്പയുടെ ആ ഒരു ക്രോസ് ആമായിട്ടുള്ള സെലിബ്രേഷനൊക്കെ നമുക്കറിയാം. അപ്പോൾ അതല്ല ഇതിൽ കാണിക്കുന്നത് എന്ന് അദ്ദേഹം ഇപ്പോൾ ഒരാൾക്ക് പ്രോമിസ് കൊടുത്തിരിക്കുകയാണ്. സംഗതി ഒരു അമേരിക്കൻ TV ഷോയിൽ കിലിയൻ എംബാപ്പെ എത്തി. അതിൽ സംസാരിക്കവെയാണ് കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. താൻ കുഞ്ഞായിരുന്ന സമയത്ത് തൻ്റെ പാരൻസിന് താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു തന്നെ കൊണ്ട് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഫ്ലൂട്ട് വായിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രസൻറ്റർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫ്ലൂട്ടൊക്കെ വായിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജനറേഷന് ഒരു ഗ്രേറ്റസ്റ്റ് ഫ്ലൂട്ട് പ്ലെയർ ആണല്ലോ നഷ്ടമായത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മേ ബി അങ്ങനെ ആവാം, പക്ഷേ ഇപ്പോൾ ഞാൻ ഫ്ലൂട്ടൊക്കെ വായിച്ചിട്ട് 2 വർഷക്കാലമായി എന്നും അദ്ദേഹം പറയുന്നു. ഇറ്റ് വാസ് എ ഫൺ എന്നും കൂടി എംബാപ്പെ പറയുന്നുണ്ട്. അപ്പം പിന്നെ ആ ഒരു അവതാരകൻ്റെ ആവശ്യമൊക്കെ അനുസരിച്ച് അദ്ദേഹം വളരെ കുറഞ്ഞ ചില നോട്ടുകളൊക്കെ വായിച്ചു. അപ്പോൾ അതിനുശേഷം പ്രസൻറ്റർ അങ്ങോട്ട് പറയുന്നുണ്ട് എംബാപ്പയോട്, പുതിയൊരു ഗോൾ സെലിബ്രേഷനായിട്ട് ഈ ഫ്ലൂട്ട് സെലിബ്രേഷൻ എടുത്തുകൂടെ, ഫ്ലൂട്ട് വായിക്കുന്ന സെലിബ്രേഷൻ എടുത്തുകൂടെ, നിങ്ങളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ഓർമ്മകളുമാവും ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവം ആവില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ എംബാപ്പയുടെ മറുപടി, ഇൻ ദി ഫസ്റ്റ് ഗെയിം എഗെയിൻസ്റ്റ് സെനഗൽ, ഇഫ് ഐ സ്കോർ ഐ വിൽ ഡു ഇറ്റ് ഫോർ യു പ്രോമിസ്ഡ് എംബാപ്പെ. അതായത് ആ അവതാരകന് വേണ്ടി അങ്ങനെ പറഞ്ഞതുകൊണ്ട് സെനഗലിനെതിരെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ ഗോൾ അടിച്ചാൽ താൻ ഈ ഒരു ഫ്ലൂട്ട് സെലിബ്രേഷൻ കാണിക്കും എന്നാണിപ്പോൾ അദ്ദേഹം എന്തായാലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് രൂപത്തിലുള്ള സെലിബ്രേഷനാണ് അദ്ദേഹം പുറത്തെടുക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. ഈ പ്രോമിസ് അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവുമോ എന്നുള്ള ഒരു കാര്യം, കാരണം ഗോൾ അടിച്ച സമയത്ത് ഒരു ആവേശത്തിൽ എന്തൊക്കെയോ മറന്നു പോവാം. പിന്നെ മറ്റൊരു കാര്യം, സെനഗൽ ഗോളടിക്കാൻ വിടണ്ടേ? ഏതായാലും നമ്മൾ കാത്തിരിക്കുകയാണ് സെനഗൽ വേഴ്സസ് ഫ്രാൻസ് മത്സരം. അതിന് പഴയൊരു ചരിത്രം കൂടിയുണ്ട്. 2002 വേൾഡ് കപ്പിൽ അന്ന് 98-ലെ ചാമ്പ്യന്മാരായി വന്ന ഫ്രാൻസ്, നിലവിലെ ചാമ്പ്യന്മാരായി വന്ന ഫ്രാൻസിനെ സെനഗൽ അട്ടിമറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ ഓർമ്മകളൊക്കെ തിങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഗോളടിച്ചിട്ട് പുതിയ ഒരു സെലിബ്രേഷൻ ഇടുമെന്ന് എംബാപ്പെ പറഞ്ഞു. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.